വ്യത്യസ്ത മേഖലയിലാണ് തന്റെ തൊഴിലെങ്കിലും കലയെ നെഞ്ചോട് ചേർക്കുകയാണ് കൊല്ലം സ്വദേശി സോനു. തന്റെ ശിഷ്യരുമൊത്ത കലോത്സവ വേദികളിലെത്തുമ്പോൾ കഴിഞ്ഞ കാലത്തെ കലാ ഓർമ്മകൾ ഓർത്തെടുക്കുകയാണ് ഈ അതുല്യ കലാകാരൻ. നമ്മളോടൊപ്പം ഇന്ന് ചേരുന്നത് കൊല്ലത്തെത്തിയ നർത്തകനും മാത്രമല്ല ഒരു പ്രത്യേകത കൂടിയുണ്ട്. അത് ഒരു പിന്നീട് പറയാം. അയാളുടെ ശിഷ്യനുമാണുള്ളത്. എന്താണ് പ്രത്യേകത എന്ന് മാഷ് തന്നെ പറയും. ഞാൻ കൊല്ലം ബാറിലെ ഒരു അഭിഭാഷകനാണ്. കൂടെ ഒരു ക്ലാസിക്കൽ നൃത്തങ്ങളുടെ ഒരു കൊറിയോഗ്രാഫറും അധ്യാപകനായും പ്രവർത്തിച്ചു വരുന്നു. എൻ്റെ നൃത്തം എൻ്റെ ഒരു പാഷനാണ്. ഇതെൻ്റെ സ്റ്റുഡൻറ്റ് ശ്രേയ, തിരുവനന്തപുരം സ്വദേശിയാണ്. കാർമൽ ഹയർ സെക്കൻഡറി സ്കൂൾ വഴുതക്കാടിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഇദ്ദേഹത്തിൻ്റെ ആദ്യ സ്കൂൾ കലോത്സവമാണ്, സ്റ്റേറ്റ് കലോത്സവമാണ്. എങ്ങനെയുണ്ടായിരുന്നു പെർഫോമൻസ് ഒക്കെ ശ്രേയ? എനിക്ക് നന്നായി ചെയ്യാൻ പറ്റിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കഴിഞ്ഞ തവണയൊക്കെ മത്സരിച്ചിരുന്നോ? തവണ UP ഡിസ്ട്രിക്റ്റ് വരെ പോയിരുന്നു, ഫസ്റ്റായിരുന്നു. മോഹിനിയാട്ടത്തിനും ഭരതനാട്യത്തിനും കുച്ചിപ്പുടിക്കും ഫസ്റ്റായിരുന്നു. ഇത് കഴിഞ്ഞപ്പോൾ എന്താണ് ഫീൽ ചെയ്യുന്നത്? മനസ്സിലൊരു പ്രത്യേക സന്തോഷമുണ്ടെന്നറിയാം. എന്നാലും ഈ ഒരു കലോത്സവത്തിന്റെ വേദി നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നാണല്ലോ. എന്താണ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്? ആദ്യ സ്റ്റേറ്റ് കലോത്സവം കളിക്കാൻ പറ്റിയത് ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ തന്നെ എനിക്ക് നന്നായി കളിക്കാൻ ചെയ്യുന്ന ഒരു വിശ്വാസവും എനിക്കുണ്ട്. മാഷിന് എന്താണ് ഫീൽ ചെയ്യുന്നത് ഒരു ശിഷ്യയായിട്ട് ഇവിടെ കളിച്ചു എന്നുള്ളതാണ് വിശ്വാസം. 8ാം ക്ലാസ്സിലല്ലേ ആയിട്ടുള്ളൂ. അപ്പം 8ാം ക്ലാസ് ആദ്യത്തെ വർഷം തന്നെ എത്തിച്ചേരാൻ പറ്റിയത് തന്നെ വലിയൊരു ദൈവാനുഗ്രഹമാണ്. അതുപോലെ മാഷ് സൂചിപ്പിച്ച പോലെ തന്നെ ഒരു അഭിഭാഷകനാണ്. ഈ തിരക്കിടയിലും എങ്ങനെയാണൊക്കെ സമയം കണ്ടെത്താൻ സാധിക്കുന്നത്? രണ്ടും ഒരേപോലാണ്. നൃത്തം എനിക്ക് ഒരു ജീവനെ പോലാണ്, ജീവനായി കണ്ട് സ്നേഹിക്കുന്നു. അപ്പം എൻ്റെ പാഷനും ഞാൻ ഒരേപോലെ കൊണ്ടുപോവാണ്. രാവിലെയും ഓഫീസിൽ പോകുന്നതിന് മുമ്പും അതിനുശേഷം രാത്രിയിലുമൊക്കെയാണ്. കുട്ടിക്കും സ്കൂളിൽ പോകണം, പോയിട്ട് വന്നതിന് ശേഷം രാത്രി വരെയൊക്കെയാണ് പ്രാക്ടീസ്. മാഷിനും കുട്ടിക്കും ജീവനും ജീവനുമാണ് ഈ നൃത്തം എന്ന് പറയുന്നത്. ആയാലും എല്ലാവർക്കും ഭാവുകങ്ങൾ നേരും.